ബിഗ് ബോസ് മലയാളം സീസൺ 7 ജയിൽ നോമിനേഷൻ നടക്കണം. അപ്പോൾ അനിമോൾ അനീഷിനെതിരെ ശക്തമായിട്ട് തന്നെ നോമിനേറ്റ് ചെയ്യുകയാണ്. കാരണം അനിമോൾ പറയുന്നത് അനീഷ് ആദ്യം മുതൽ തന്നെ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും വന്നാൽ ആരെയും കൊണ്ട് എടുപ്പിക്കത്തില്ല. അനീഷിന് തന്നെ അത് പോയി എടുക്കണം. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അനീഷ് ആ ജോലി അവിടെ നിർത്തി വെച്ചിട്ട് ഓടും സ്റ്റോർ റൂമിൽ പോകാൻ. കൂടെ ആരെങ്കിലും പോയാൽ പോലും അനീഷ് അത് എടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഒരു ശരിയായ രീതിയല്ല അത്. കാരണം ഇവിടെ ക്യാപ്റ്റൻ അറിയാൻ പോയി എടുക്കാൻ. അനീഷ് ആദ്യം ക്യാപ്റ്റനായിരുന്നപ്പോൾ അനീഷ് എടുത്ത് എന്ന് വെച്ച് എപ്പോഴും അങ്ങ് പോയി എടുക്കേണ്ട അവകാശം അനീഷിനില്ല എന്ന് പറഞ്ഞാൽ അനിമോള് ശക്തമായിട്ട് അനീഷിനെതിരെ തന്നെ പറയണം. അപ്പോൾ അനീഷ് പറയുന്ന ഞാൻ ആദ്യം തൊട്ട് തന്നെ എടുക്കുന്നുണ്ടല്ലോ, അത് പറഞ്ഞ് കിച്ചണിൽ എന്തെങ്കിലും മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യം എന്തിരിക്കുന്നു, ഇവിടെ മറ്റുള്ളവരുണ്ടല്ലോ. പിന്നെ അതുമല്ല ഞങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. ബിന്നിയാണ് ക്യാപ്റ്റൻ, ഞങ്ങൾ ബിന്നിയെ അനുസരിക്കത്തുള്ളൂ. അപ്പോൾ ബിന്നിക്ക് അറിയാൻ പോയി എടുക്കാൻ എന്നൊക്കെ അനിമോള് പറയാം. അപ്പം അനീഷ് പറഞ്ഞ് പുറത്തുള്ളവർ വന്ന് ഓരോ കാര്യം പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞപ്പം അനിമോള് പറഞ്ഞ് എന്നോട് പുറത്തുനിന്ന് ഒരു കാര്യവും പറഞ്ഞു തന്നില്ല. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എൻ്റെ ടാസ്കിനെ അത് ബാധിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞില്ല. നല്ലപോലെ കളിക്കണം, ഇങ്ങനെ കുക്ക് ചെയ്ത് നിൽക്കാനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും കുക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസും ഒക്കെ വെറുതെ കിടന്നങ്ങ് ബഹളം വെക്കുമായി. ടാസ്ക് നല്ല രീതിയിൽ ആരെയും കൊണ്ട് പറയിക്കാൻ സമ്മതിക്കുന്നില്ല. അനീഷും പറയിക്കാൻ സമ്മതിക്കുന്നില്ല. അനിമോളും അതുപോലെ തന്നെ. അതാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.